നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള തോട്ട്സ്, ഈ ഡിസ്ക്രിമിനേഷൻ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സമൂഹം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. പ്രൈം മിനിസ്റ്റർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന അത്രയോ, ചീഫ് മിനിസ്റ്റർ മാറ്റാൻ വിചാരിക്കുന്നത്ര നമുക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള കുറച്ച് പേരിൽ കുറച്ച് സമയത്തേക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരു സീഷോറിൽ, കടൽക്കരയിൽ ചെറിയ പയ്യൻ ഓരോ സ്റ്റാർ ഫിഷിനെ എടുത്തിട്ട്, സ്റ്റാർ ഫിഷ് ഇങ്ങനെ മലന്ന് ചെത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് ജീവൻ ഉണ്ടാവും. നല്ല വെയിലൊക്കെ അടിച്ചിട്ട് ഒരാഴ്ച കിടന്ന് ചത്തു. ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ അതിന് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കാലിങ്ങനെ അനങ്ങുന്നതാണ്. ഈ പയ്യൻ ഇങ്ങനെ നോക്കിയിട്ട് അത് അനങ്ങുന്നതിനെടുത്തിട്ട് കടലിലേക്ക് എറിയും. വലിയൊരു ഫിലോസഫർ വന്നിട്ട് പറഞ്ഞു, ഈ താൻ എന്താ ചെയ്യണേ? കടൽത്തിര എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ട്. ഓരോ പ്രാവശ്യവും തിരമാല ഇതിനെ തിരിച്ചു കൊണ്ടുവരും. താൻ എറിഞ്ഞാലും അല്ലേ, വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? പക്ഷെ എന്നാലും അത് വിചാരിക്കുന്നത് കുറച്ച് ജീവൻ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. അപ്പൊ നമ്മള് ഫിലോസഫർ അവന്റെ പിന്നാലെ പോയിട്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. തനിക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്ന് എന്നോടും ശ്രുതിയോടും പറയുന്ന കുറേ പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ പറയേണ്ട ഒരു വാക്കെന്താ അറിയാം? ഈ കുട്ടി പറഞ്ഞത്, ഈ ഒരു ചെറിയൊരു സ്റ്റാർ ഫിഷിന് കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചാൽ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സന്തോഷം. അപ്പൊ അതുകൊണ്ട് ഐ കനോട്ട് മേക്ക് ബിഗ് ഡിഫറൻസ്. വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ യാതൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏതെങ്കിലും 1-2 പേർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലേ, ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. എവിടെയെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റിയാൽ അതാണ് ഈശ്വര സേവ എന്നാണ് ഭാരതീയ സങ്കല്പം. അതുകൊണ്ട് ആ സങ്കല്പത്തിൽ മുന്നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാം. സമൂഹം മാറുമോ, അതിന് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ചോദിച്ചെന്താണ്, ആർ യു എൻജോയ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇത് എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻജോയ് ചെയ്യുമ്പോ ഐ ആം എൻജോയ്. സോ അത് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോ അതേ ലാഘവത്തോടു കൂടി എടുക്കുന്നവർക്ക് നന്മ നേടാൻ പറ്റുമെങ്കിൽ ഐ ആം ഹാപ്പി. എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിയല്ലാത്തൊരു സ്ഥലത്ത് ഞാനവിടെ അതിപ്പോ ഈവൻ എൻ്റെ ഫാമിലിയിലായാൽ പോലും എനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കില്ല. ഞാൻ എൻ്റെതായ ഇവിടെ കുറച്ച് തിരക്കുണ്ട്, കോള് വരുന്നുണ്ട്, ഞാൻ അവിടെ പോകും, ഊരാൻ നോക്കും. എനിക്ക് ശ്വാസം മുട്ടുന്ന ഒരു സ്ഥലത്തും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത് എൻ്റെ ഒരു നാച്ചുറൽ. ആദ്യം ചോദിച്ചതല്ല, ഞാൻ കംഫർട്ടബിൾ അല്ലാത്ത ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആകുമ്പോൾ ആ കംഫർട്ട് ലെവൽ കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയാൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം.